ഹലോ, ഇന്നൊരു ഹോം ടൂറാണ് കേട്ടോ. ഞങ്ങളുടെ വീടല്ല, ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയുടെയാണ് കേട്ടോ. മെയിൻ ഡോറ് കടന്ന് ചെല്ലുമ്പോൾ നേരെ കാണുന്നത് ഈ ഗുരുവായൂരപ്പൻ്റെ വലിയൊരു ഫോട്ടോ ആണ്. ലെഫ്റ്റിലാണെങ്കിൽ അമ്പലത്തിൻ്റെ ഒരു പ്രതിവിധിയിൽ ഒരു പൂജാ റൂം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൃഷ്ണവിഗ്രഹം മേടിക്കാനായിട്ട് കടയിലേക്ക് പോയോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന്. ഇത് അവരുടെ ഹാള് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. ഒരു ഷോപ്പിലൊക്കെ കാണുന്ന പോലെ ഫുള്ളിങ്ങനെ മുട്ടിലെഴയുന്ന ഉണ്ണിക്കണ്ണനെ വെച്ചിരിക്കുകയാണ്. ഈ മഞ്ഞ സാരി എടുത്തിട്ടുള്ള മാമിയുടെ 90th ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. നമ്മൾ ഫാമിലി ഫ്രണ്ട്സാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അമ്മ മാമിയെ കാണുന്നതും സംസാരിക്കണതും ഒക്കെ. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് കേട്ടോ. മക്കളൊക്കെ ഞങ്ങൾ പല സ്ഥലത്തൊക്കെ വെച്ച് അങ്ങനെ കാണാറുണ്ട്, വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട്. പക്ഷെ മാമിയെ കാണുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസമാണ് എല്ലാവരും കൂടെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയിട്ടുള്ളത്. ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിലങ്ങനെ ഒരുപാട് കാലം നമ്മൾ താമസിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ 2 കൂട്ടരും നമ്മളവിടുന്ന് വീടൊക്കെ വിറ്റിട്ട് വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ, പക്ഷെ നമ്മളിടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. ഇത് വീടിൻ്റെ മേലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റേഴ്സൊക്കെ ഇങ്ങനെ കയറി. അപ്പോൾ കണ്ടത് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ആണെന്ന് വിചാരിച്ചേ. മേലെ എത്തിയപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇത് അവിടുത്തെ മണിച്ചേട്ടൻ്റെ മകൾ സ്വാതിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു വഴിപാടിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് മേലേക്ക് എത്തി തിരിഞ്ഞപ്പോൾ വേണു ഇങ്ങോട്ട് വാടി നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിയതും ദൈവമേ, നമ്മുടെ അയോധ്യയിലെ രാമലല്ലില്ലേ, അത് തന്നെ അതേ സൈസിൽ അതേപോലെ തന്നെ വിഗ്രഹം ശ്രീരാമസ്വാമിയുടെ. ശരിക്കും ഞെട്ടിപ്പോവും കേട്ടോ. നല്ല വലുപ്പമുണ്ട്. ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നൊരു ഞാൻ ഈ ശരിക്കും വിഗ്രഹത്തിൻ്റെ പകുതിയാണ് ഉള്ളത്. ഇത് നല്ല ഹൈറ്റിലുള്ള വിഗ്രഹമാണ് കേട്ടോ. ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ വേറെ എവിടെയും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു വിഗ്രഹമൊന്നും. പിന്നെ ശ്രീകൃഷ്ണനും രാധയും കൂടിയിട്ടുള്ളതുണ്ട്. പിന്നെ ചുമരിൽ വലിയ ഒരു ക്യാൻവാസ് കണ്ടു. അനന്തപത്മനാഭസ്വാമിയുടെ വലിയൊരു മഹാവിഷ്ണു ഒരു ക്യാൻവാസ് ഉണ്ട്. പിന്നെ വടക്കുംനാഥൻ്റെ ഒരു വിഗ്രഹം. ഇതൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല ഹൈറ്റുണ്ട്. അതേ സൈസോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിൽക്കുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഒരു പകുതിയോളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ആട്ടുതൊട്ടിലൊരു കുഞ്ഞുവാവ കിടന്ന് ഉറങ്ങുകയാണ്. നോക്കിയപ്പോൾ മയിൽപ്പീലിയൊക്കെ വെച്ച് ഒരു ഉണ്ണിക്കണ്ണൻ. ഇത് സ്വാതിയുടെ ഒരു ടോയ് ആയിരുന്നു ഇത്ര കുട്ടിക്കാലത്തെ. അതിനെ ഒരു ഉണ്ണിക്കണ്ണനാക്കി മേക്കപ്പ് ചെയ്ത് ഒരു തൊട്ടിലൊക്കെ പണിത് അതിൽ കിടത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ ലക്ഷ്മണസ്വാമിയാണ് കേട്ടോ. ലക്ഷ്മണനും ശ്രീരാമനും ഹനുമാനും സീതാദേവിയും ഇവർ 4 പേരും കൂടെ ഒരു റൂഫിൽ അങ്ങനെ പണിതിട്ടുള്ളതാണ് കേട്ടോ. ഇത് മണിച്ചേട്ടൻ്റെ ഐഡിയയിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെയുള്ള ഭഗവാൻ അല്ലെങ്കിൽ ദേവി 4 ദിക്കിലായിട്ട് ഇങ്ങനെ കാണും. എന്നിട്ട് നമ്മൾ അപ്പുറത്തേക്ക് നീങ്ങി നോക്കുമ്പോൾ അവിടെയുള്ള ഭഗവാനെ നമ്മൾ 4 ദിക്കിലായിട്ട് കാണും. ഒരു ഗ്ലാസ് പ്രിസം വർക്കാണ് അത്. മണിച്ചേട്ടൻ്റെ ഐഡിയയിൽ പറഞ്ഞു കൊടുത്ത് പണിയിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. പിന്നെ ഉണ്ണിക്കണ്ണനെ കുറച്ച് നേരം ഇങ്ങനെ ആട്ടി. നമുക്ക് തൊട്ടിൽ ഒരു രസമാണല്ലോ കുട്ടി കിടന്നുറങ്ങണത്. അവ കുറച്ച് നേരം ആട്ടി. പിന്നെ ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് കണ്ടു. ശരിക്ക് നമ്മൾ ഒരു വീട്ടിൽ ഇതൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ വീടിൻ്റെ മേലേക്ക് കയറിക്കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനുള്ളതുണ്ട് നല്ലോണം. മഹാനവമിക്ക് ഈ വീട് ഫുള്ള് ബൊമ്മക്കുലി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ന്യൂസിലും ഇതിലൊക്കെ എപ്പോഴും വരാറുണ്ട്. പിന്നെ കണ്ണസ്വാമിയുടെ സദ്യയൊക്കെ കഴിച്ച് അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി.